അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഒരു മാതൃകുലമോ ഒരു കംഫോർട്ട്, ഒരു സെക്യൂരിറ്റി എന്നുള്ളതാണ്. എന്നാൽ ലക്നാവിൽ നാല് നിൽക്കുകയും അത് മോശമാവുകയും ചെയ്താൽ എന്തായിരിക്കും ഫലം? നെഗറ്റീവായ എന്തായിരിക്കും ഫലം എന്നുള്ളതാണ്. ഓരോരുത്തരുടെ അറ്റാച്ച് ആയിരിക്കും ഫാമിലി. പക്ഷെ അതിനനുസരിച്ചുള്ള സ്നേഹം അവർക്കുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. കോൺഫിഡൻസ് ഭയങ്കര കുറവായിരിക്കും, സുഖക്കുറവായിരിക്കും, മനസ്സിന് സ്വസ്ഥത കുറവായിരിക്കും, ഇമോഷണൽ ടർമോയിലായിരിക്കും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മെന്റലി ഒരു സുഖഭാവമല്ല, സുഖം ഭയങ്കര കുറവായിരിക്കും. പണ്ട് കാലങ്ങളിൽ വിവാഹത്തിന്റെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഈ സ്ത്രീകാലഘട്ടം നാലാം ഭാവത്തിന്റെ ഭാവന കൂടുതൽ നോക്കുകയായിരുന്നു. കാരണം നാലാം ഭാവത്തിന് വീട്ടിലാണ് ഓരോ വീട്ടിൽ നടന്നിരിക്കുന്ന ജ്ഞാനത്തെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. നാലാം ഭാവം സുഖഭാവമാണ്. അപ്പം ചാരിത്രികമായിട്ട് വളരെ ശരിക്കും ഈ ധർമ്മബോധപരമായിട്ട് വിവാഹങ്ങളുടെ ധർമ്മബോധപരമായിട്ട് വീട്ടുകാരുടെ നാലാം ഭാവത്തിൽ എല്ലാ കണക്ഷനുണ്ട്. അതുപോലെ രണ്ടാം ഭാവം അത് ഈ നാലാം ഭാവത്തിലെ പാപഗ്രഹങ്ങൾ വ്യാഴകത്തെ എല്ലാം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോഴും മനസ്സിന് സഞ്ചരിക്കുന്നുണ്ടാവും, ചാഞ്ചാട്ടുണ്ടാവും. ഇന്നത്തെ തലത്തിലേക്ക് മക്കളുകളല്ല എന്തെങ്കിലും പോയി പണ്ട് കാലം ഇതിനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നിരീക്ഷണത്തിൽ വെക്കാൻ വേണ്ടി പറഞ്ഞത് ഇങ്ങനെ നോക്കുക. അവർ കുട്ടികളൊക്കെയാണ് നാലാം ഭാവത്തെ കുറിച്ച് അറിയേണ്ടത്. പറഞ്ഞു കംഫോർട്ടും അമ്മയുടെ സുഖവും അമ്മയുണ്ടാക്കുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കാൻ ഒക്കെ സാധ്യതകളും പറയും. അതുപോലെ തന്നെ മോശമായ പൊതുവെ മനസമാധാനത്തിലാണ് നാലാം ഭാവത്തിലെ ഭാവബന്ധം. നാലാം ഭാവത്തിൽ ലഗ്നാവിൽ നിൽക്കും. നാലാം ഭാവം ലഗ്നാവിൽ നടുവിൽ ചേരാതിരിക്കുന്നതിന് വീഴ്ചയിലും ചുറ്റുപാടുകളിൽ നിന്നുമൊക്കെ ബന്ധപ്പെട്ടിരിക്കുകയും മനസമാധാനത്തിലാണ് ഫലം. അടുത്തത് ലഗ്നാവിലും തന്നും ഭാവാദിലും അഞ്ചാം ഭാവത്തിൽ നിന്നാൽ എന്തൊക്കെ ഫലം? പ്രജ്ഞ, മേധ, വിവേകശക്തിയൊക്കെയാണ് അഞ്ചാം ഭാവം. ക്രിയേറ്റിവിറ്റി, ചിൽഡ്രൻ, ഒരാളുടെ സെൽഫ് എക്സ്പ്രഷൻ, അതേപോലെ കുട്ടികളുടെ പരമ്പര, അതേപോലെ ഒരാളുടെ പ്രണയഭാവം അഞ്ചാം ഭാവമാണ്. ഒരാളുടെ റൊമാൻറ്റിക് നേച്ചർ അഞ്ചാം ഭാവമാണ്. സെക്ഷൽ നേച്ചർ വേറെയാണ്, റൊമാൻറ്റിക് നേച്ചർ വേറെയാണ്. അത് അഞ്ചാം ഭാവമാണ്. ലവ്, പ്രണയം, പരമമായ പ്രേമം, പരമമായ പ്രേമമൊക്കെ അഞ്ചാം ഭാവമാണ്. ഭക്തി അഞ്ചാം ഭാവമാണ്. ഉപാസനാദി വിഷയങ്ങൾ, മന്ത്രസാധന, ഉപാസന, പൂർവജന്മ സുഹൃതം, ഇതൊക്കെ അഞ്ചാം ഭാവമാണ്. ഇവിടെ ലഗ്നാദികൾ മാത്രം ലഗ്നാദികൾ ആ ഭാവത്തിന് ബലപ്പെട്ടാൽ ലഗ്നാദികൾ നിൽക്കുന്ന നക്ഷത്രവുമായിട്ട് നല്ല അടുപ്പത്തിലാണെങ്കിൽ, നല്ല യോജിപ്പാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല കഴിവുണ്ടാവും, നല്ലൊരു മനസ്സുണ്ടാവും, നല്ല ക്രിയേറ്റീവ് ആയിരിക്കും, പ്രജ്ഞയും വിവേകശക്തിയൊക്കെ കൂടും, ഹൈലി ക്രിയേറ്റീവ് ആയിരിക്കും, നല്ല കരിസ്മാറ്റിക് ആയിരിക്കും. പൂർവ്വപുണ്യമുള്ളത് കൊണ്ട് തന്നെ ഒരു നേച്ചർ അവർക്കുണ്ടാവും. എല്ലാവരും കെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, കൂടെ നിർത്താനും മറ്റുള്ളവരെ ചരിത്രവും ഒക്കെ ഉള്ളത് ബോധം ഉള്ളിലുണ്ടാവും. ശുഭമാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഭക്തി, സാധന, മെഡിറ്റേഷൻ, സ്പിരിച്വൽ പ്രാക്ടീസുകൾ ഇതിലൊക്കെ വഴങ്ങുകയും ചെയ്യും. പൊതുവെ ഒരു സ്പിരിച്വൽ സ്വഭാവമാണ് ഈ ലഗ്നാവിൽ 5, 9 പൂർവ്വപുണ്യവുമായിട്ട് ബന്ധമുണ്ട്, ഉണ്ട് എന്നുള്ളതാണ് വ്യാഴത്തെ കണക്റ്റഡായ ഓക്കെയാണ്. പക്ഷെ ലഗ്നാവിൽ 5 നിൽക്കുമ്പോൾ സന്താന ക്ലേശം, സന്താനം ഉണ്ടാവാൻ വൈകുകയും അല്ലെങ്കിൽ സന്താനങ്ങൾ നിമിത്തം ദുഃഖങ്ങൾ ഉണ്ടാവുകയോ സന്താന ദുഃഖത്തിൽ നിന്ന് ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടായി സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാനോ ഒക്കെയുള്ളൊരു സാധ്യത ഉണ്ട്. കൂടുതൽ ലഗ്നാവിൽ 5 ന്യായതന്ത്ര പ്രതിനിധികളാവാനുള്ള കഴിവ്, ഡിപ്ലോമാറ്റിക് ആവാനുള്ള, ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഡിപ്ലോമാറ്റിക് ആവാനുള്ള കഴിവ്, രാഷ്ട്രീയ പ്രതിനിധികളാവാനുള്ള കഴിവ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവ്, ഇതെല്ലാം വരും. ക്രിയേറ്റീവായിട്ടുള്ള കഴിവ്, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാനുള്ള കഴിവ്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന ചെയ്യാനുള്ള കഴിവ്, ഈശ്വരോപാസനയിലേക്ക് എത്തിപ്പെടാനുള്ള കഴിവ്, ഇതെല്ലാം വരും. എന്നാൽ ലഗ്നാവിൽ 5 നിൽക്കുകയും പാപഗ്രഹമാവുകയും ചെയ്ത
കേരളം പറ്റാത്ത രീതിയിൽ നിന്ന് പിന്നെ തിരിച്ച് കയറി വരുന്ന ഒരവസ്ഥ ഒരുപാട് വളരെ വേദനാജനകമാണ് അവസ്ഥകളൊക്കെ നടന്നിട്ടുണ്ട്. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ അത് സാഹചര്യം വരിക എന്നുള്ളതാണ് രജ്ഞാതുവിനെ അന്വേഷിക്കുകയും അത് നിരീക്ഷിക്കാവുകയും ചെയ്താൽ അതുപോലെ ഡിപ്രഷൻ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള അതുപോലെ നോവലിൽ ഫോക്കസ് കുറ്റശോകം അതായത് ദുഃഖങ്ങളുണ്ട് അതിന് ആ ദുഃഖത്തിലേക്ക് ഒരുപാട് ഫോക്കസായിട്ട് സമാധാനം കിട്ടാത്ത അവസ്ഥ ഓവർലി റൊമാൻറ്റിക് ആയിട്ട് തന്റെ പ്രണയത്തിന് ഒരു വിലയില്ലാത്ത രീതിയിലാക്കുന്ന അവസ്ഥ അതേപോലെ ആയിട്ട് പ്രണയത്തെ നശിപ്പിക്കുന്ന അവസ്ഥ വളരെ ഷാർപ്പാവുക ഓവർ തിങ്കേഴ്സ് ആവുക ഓവർ തിങ്കിങ് നേച്ചർ അതേപോലെ കലാപരമായിട്ടുള്ള പല കഴിവുകളും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ സാധനയിലേക്കൊക്കെ എത്തിച്ചിട്ട് കൃത്യമായിട്ട് സാധന ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെയാണ് പൊതുവെ അഞ്ചില് പാവനായിട്ടോ പാവബന്ധത്തോടുകൂടി നിന്നാൽ അല്ല 6-ാം ഭാവത്തിലേക്ക് നോക്കാം. ലഗ്നാതികൾ 6ലേക്ക് ചെന്നാൽ എന്തായിരിക്കും ഫലം? 6 നിന്നാൽ എന്തായിരിക്കും ഫലം? 6 എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ലഗ്നാതികൾ ഭാവാധികൻ ഓരോ ഭാവത്തിലും നിൽക്കുന്നത് ആ ഭാവത്തിന് അധികം ഈ ലഗ്നാധിപരമായിട്ട് എങ്ങനെയാണെന്നുള്ളതനുസരിച്ചുള്ള ഫലം നിൽക്കുക. ശത്രുക്കളാണോ നക്ഷത്രങ്ങൾ നക്ഷത്രാദി പിന്നെ ഞാൻ 15 റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 15 റൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് രോഗഭാവം അല്ലെ അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ഡ്യൂട്ടികളെ കാണാൻ പാടില്ല. അപ്പോൾ ലഗ്നാധിപൻ മിത്താണ്